ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു, മന്ത്രിയുടെ സുരക്ഷ കൂട്ടി. ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും സുരക്ഷ ഒന്നുമില്ല, മുന്നിലൊരു പൈലറ്റ് വാഹനമേ ഉള്ളൂ. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി, എസ്കോട്ട് ഉണ്ടോ? എസ്കോട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള പോലീസ് PSO ചോദിച്ചു, അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മുന്നിൽ ഒരു പൈലറ്റ് ഉപയോഗിച്ചത് എനിക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ എനിക്ക് വഴി അറിയത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് വേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പൈലറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെന്താണ് ഈ സുരക്ഷ? മന്ത്രിയുടെ സുരക്ഷ കൂട്ടി 15 അംഗ പോലീസ്. ഞാനിവിടെ വന്ന് ആദ്യം ഫോൺ ചെയ്തത് SP ആണ്. അപ്പൊ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ 5-6 പോലീസുകാരെ കണ്ടു. അപ്പൊ ഞാൻ SP വിളിച്ചു ചോദിച്ചു, എന്താണ് SP, എൻ്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ SP പറഞ്ഞു, ഇല്ല കൂട്ടിയിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഇവിടെ ഞാൻ 5-6 പോലീസുകാരെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് അബദ്ധത്തിൽ അവരവിടെ വന്നതാണ്. പക്ഷെ ഇന്ന് രാത്രി ചർച്ച കാണും, മന്ത്രിക്ക് ഇതൊക്കെ സുരക്ഷ കൂട്ടി, മന്ത്രിക്ക് നിരത്തിലിറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല, മന്ത്രിക്ക് റോഡിൽ ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ കേരളത്തിൽ നമ്മുടെ ചേർത്തല നിയോജക മണ്ഡലത്തിൽ കഞ്ഞിക്കുഴിയിൽ ഒന്നാന്തരം ആരോഗ്യ കേന്ദ്രം ലാബ് സൗകര്യത്തോടു കൂടി ഇന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ കയറിയ ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. കാരണം അദ്ദേഹം മകൾക്കൊപ്പം കയറിയപ്പോൾ അദ്ദേഹം ഇത് പേ ചെയ്യാനായിട്ട് മരുന്ന് കിട്ടി, ആന്റിബയോട്ടിക് ഉൾപ്പെടെ കിട്ടി. അപ്പൊ അദ്ദേഹം ഇതിന്റെ പണം ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പണമൊന്നുമില്ല, ഫ്രീ. അദ്ദേഹം യൂറോപ്യൻ നാടുകളിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്ഭുതമാണ്, ഇങ്ങനെ ഒരു മാസങ്ങൾ ആഴ്ചകൾ പനിക്ക് വന്നാൽ ഡോക്ടറെ കാണേണ്ടിയിരുന്ന ഒരു നാട്ടിൽ ജീവിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഇതെനിക്ക് അത്ഭുതമാണ്, ഈ സത്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മാധ്യമവും കൊടുത്തില്ലെങ്കിലും സാരമില്ല. ഈ ആക്രമണത്തിന് മുന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല എന്നുള്ളതാണ്.